മക്കളെ നാളത്തെ പരീക്ഷ പേപ്പറിൽ കാണാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. ക്ലാസിഫൈ ദ ഫോളോയിങ് റിസോഴ്സസ് ഇൻടു റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളും എന്ന് പറഞ്ഞിട്ട് ചിലതിനെ തരംതിരിക്കാൻ മേ ബി തരാം. സൺലൈറ്റ്, സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റിന്യൂവബിൾ റിസോഴ്സാ, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാ. കോൾ, കൽക്കരി എന്ന് പറഞ്ഞാൽ അത് നോൺ റിന്യൂവബിൾ റിസോഴ്സാ, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാ. അപ്പൊ വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ് എന്ന് പറഞ്ഞാലോ അത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ്, റിന്യൂവബിൾ റിസോഴ്സ് ആണ്. പെട്രോളിയം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? പെട്രോൾ എന്ന് പറയുന്നത് അത് നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ്. അങ്ങനെയാണ് ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. നോൺ റിന്യൂവബിൾ റിസോഴ്സ് അഥവാ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും ഉണ്ടല്ലോ, അതിൽ ഏതാണ് മില്യൺസ് ഓഫ് ഇയേഴ്സ് അഥവാ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കുന്നത് അത് വീണ്ടും റീക്രിയേറ്റ് ആവാനുള്ളത്? ചോദ്യം കൺഫ്യൂസ്ഡ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ ഒന്ന് ആലോചിച്ചിട്ട് ചോദ്യം ഒന്നും കൂടെ കേട്ടിട്ട് നോക്കിക്കോ. ഏത് റിസോഴ്സ് ആണ്, റിന്യൂവബിൾ ആണോ നോൺ റിന്യൂവബിൾ ആണോ, ഇറ്റ് ഷുഡ് ബി ടേക്കൻ ടു ക്രിയേറ്റ് മില്യൺസ് ഓഫ് ഇയേഴ്സ്, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് വീണ്ടും ഉണ്ടാവുന്നത് ഏതാണെന്നുള്ള കൃത്യമായിട്ട് താഴെ കമന്റ് ഇട്ടോ. ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ നമ്മുടെ മാരത്തോണിൽ വന്നാൽ മതി, നമ്മൾ അവിടെ സെറ്റ് ആക്കിയിട്ട് പറ്റാം. ടാറ്റാ ബൈ ബൈ സുലൈ.